ചിലർ പറയുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ യാതൊരു സക്സസ് ഫാക്ടറും ഇല്ല. നമ്മളുടെ ഒരു ഇന്നർ ക്രിട്ടിക് നമ്മളെ എപ്പോഴും ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ആ ഇന്നർ ക്രിട്ടിക്ക് നമ്മളെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും നമ്മളെ ഗിൽട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഹാർഷ് ഇന്നർ ക്രിട്ടിക്കാണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. ഞാനിപ്പോൾ പാല് കൊടുത്ത് കിടത്തിയ കുഞ്ഞ് മരിച്ചാൽ അതിൻ്റെ കുറ്റക്കാരി ഞാനാകുമോ? അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ 3 ദിവസത്തേക്ക് ഉറക്കം വരില്ല. NICU യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിൻ്റെ പ്രശ്നങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. എല്ലാത്തിനും ആൾക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ആൾക്ക് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാകുന്നു, ആളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. പലപ്പോഴും നമുക്ക് ഡൗട്ട്ഫുൾനെസ് 2 രീതിയിൽ വരാറുണ്ട്. ഒന്ന്, നമുക്ക് അതർ പേഴ്സൺ ഡൗട്ട്ഫുൾനെസ്. അത് കൂടി വരുമ്പോഴാണ് നമ്മൾ പാരനോയിക് നേച്ചർ, ഡെലൂഷണൽ ഡിസോർഡർ പോലുള്ള സംശയരോഗം പോലുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത്. എന്നാൽ അതിനേക്കാളും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് സെൽഫ് ഡൗട്ട്. നമുക്ക് നമ്മളെ തന്നെ ഉള്ള ഒരു ഡൗട്ട്ഫുൾനെസ്. എന്ത് ചെയ്താലും അത് പെർഫെക്റ്റ് ആയോ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കുമോ, ഇനി ഞാനിത് ചെയ്തതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും വന്നാൽ ഈ പറഞ്ഞ നേഴ്സിനെ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള അകാരണമായിട്ടുള്ളൊരു ഭയം. ഇങ്ങനെ സെൽഫ് ഡൗട്ട് ഒരു ഏരിയയിൽ അല്ലെങ്കിൽ പല ഏരിയയിൽ അനുഭവിക്കുന്ന ആളുകളാണോ നിങ്ങൾ? ഇതൊന്നും നമ്മൾ സെൽഫ് റിയലൈസ് ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെ സെൽഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യവും ഒരു കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, നമുക്ക് ലൈഫിൽ ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് ഡൗട്ട് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഈ സെൽഫ് ഡൗട്ടിനെ ഓവർകം ചെയ്യാനുള്ള ചില ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ സെൽഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയുള്ള വ്യക്തികൾക്കാണ് കൂടുതൽ സെൽഫ് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ഒരു പെർഫെക്ഷനിസം ഉള്ള ആളുകൾ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അവർക്കിപ്പോൾ ഒരു റിസൾട്ട് 80 കൊടുക്കാനാണ് അവർക്ക് ക്വാളിറ്റി ഉള്ളത്, അവർക്ക് കാലിബർ ഉള്ളതെങ്കിലും ദേ ആർ എക്സ്പെക്റ്റിംഗ് 100 ഔട്ട് ഓഫ് 100. ഞാൻ 100 തന്നെ കൊടുക്കണം എന്നുള്ളൊരു പിടിവാശിയും അതിനുവേണ്ടി പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകളിൽ സെൽഫ് ഡൗട്ട് കൂടുതലായി കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ സെൽഫ് ഡൗട്ടിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമതായിട്ട്, ചലഞ്ച് യുവർ ഇന്നർ ക്രിട്ടിക്. നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിൽ ഒരു ക്രിട്ടിക്കുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയും, മലയാളികൾക്ക് അത് കുറച്ച് കൂടുതലാണ്. നമ്മളുടെ ഒരു ഇന്നർ ക്രിട്ടിക് നമ്മളെ എപ്പോഴും ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ആ ഇന്നർ ക്രിട്ടിക്ക് നമ്മളെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും നമ്മളെ ഗിൽട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഹാർഷ് ഇന്നർ ക്രിട്ടിക്കാണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. നമ്മളെപ്പോഴും സെൽഫ് ഡൗട്ടിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഹാർഷ് ഇന്നർ ക്രിട്ടിക്കിനെ ഒന്ന് ചലഞ്ച് ചെയ്യുക. അത്രയും അങ്ങോട്ട് ഹാർഷ് ആവേണ്ട കാര്യമില്ല. കുറച്ചൊക്കെ നമുക്ക് കമ്പാഷനേറ്റ് ആകാം. വൈ? മിസ്റ്റേക്സ് ആർ ദ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. അതിൻ്റെ അർത്ഥം നമ്മൾ എപ്പോഴും മിസ്റ്റേക്ക് ചെയ്യണം എന്നുള്ളതല്ല. എത്ര പെർഫെക്റ്റ് ആവാൻ നമ്മൾ ശ്രമിച്ചാലും ചിലപ്പോഴെങ്കിലും മനുഷ്യന് മിസ്റ്റേക്ക് സംഭവിക്കാം. നമ്മളൊരു മെക്കാനിക്കലി പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനൊന്നും അല്ല നമ്മൾ. മനുഷ്യന് ചിലപ്പോഴൊക്കെ മിസ്റ്റേക്സ് സംഭവിക്കാം എന്നുള്ള ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാകുകയും ആ അക്സെപ്റ്റൻസ് നമ്മളുടെ ഇന്നർ ക്രിട്ടിക്കിനെ കുറച്ചുകൂടെ സോഫ്റ്റൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ നമ്മളുടെ ഇന്നർ ക്രിട്ടിക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആവുമ്പോൾ നമുക്ക് ഈ ഒരു സെൽഫ് ഡൗട്ട് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. രണ്ടാമതായിട്ട്, ടു ബി കമ്പാഷനേറ്റ് ടു യുവർ സെൽഫ്. നമ്മളുടെ ഇന്നർ ക്രിട്ടിക്കിനെ എങ്ങനെ നമുക്ക് കുറച്ച് സോഫ്റ്റൻ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ നമ്മളോട് തന്നെ നല്ല ഒരു കമ്പാഷനേറ്റ് ആയിരിക്കണം. കമ്പാഷനേറ്റ് എന്ന് പറയുമ്പോൾ ദയാപൂർവമായിട്ടുള്ളൊരു നോട്ടം. നമ്മൾ പലപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നവരാണ്, ഇൻട്രോഗേറ്റ് ചെയ്യുന്നവരാണ്, നമ്മളെ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്ത് നോക്കുന്നവരാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ അനലൈസ് ചെയ്തോ, നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തോ, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ കുറച്ച് കമ്പാഷനേറ്റ് ആയിട്ട് വേണം നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ. അങ്ങനെ കമ്പാഷനേറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് ഡൗട്ട് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അത് കമ്പാഷനേറ്റ് അല്ലാതെ നമ്മളൊരു ബ്ലെയിമിങ് നേച്ചറിൽ, നീ ചെയ്തത് ശരിയായില്ല, നീ അങ്ങനെ. ഇപ്പോൾ എൻ്റെ അടുത്ത് പല ഈ മിഡിൽ ഏജിലുള്ള സ്ത്രീകളൊക്കെ വന്ന് പറയാറുണ്ട്, മാം അന്നങ്ങ് ഒരു പേപ്പർ കൂടെ എഴുതിയെടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അന്ന് ജോലിക്ക് പോയാൽ മതിയായിരുന്നു. ഇനി ചിലർ മാരേജ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 25 വർഷമോ 30 വർഷമൊക്കെ ആവും, ഈ ഒരാളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ പ്രശ്നം. ഇങ്ങനെ ഒട്ടും കമ്പാഷനേറ്റ് അല്ലാത്ത രീതിയിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നർ സെൽഫിനോട് നമ്മൾ കമ്പാഷനേറ്റ് ആകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കമ്പാഷനേറ്റ് ആയെങ്കിൽ മാത്രമേ നമ്മളുടെ സെൽഫ് ഡൗട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. മൂന്നാമതായിട്ടുള്ള കാര്യം, സ്റ്റോപ്പ് കമ്പാരിസൺ.
നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകരുത്. പലപ്പോഴും കമ്പയർ ചെയ്യുമ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ നേഴ്സ് തന്നെ ആളെ കമ്പയർ ചെയ്യുന്ന, ആൾ ചെന്നിട്ട് അവിടെ 6 മാസമേ ആയിട്ടുള്ളൂ, ആൾ പഠിച്ചിറങ്ങി, ഫസ്റ്റ് ജോബാണ്. ഷീ ഈസ് കമ്പയറിങ് ഹെർസെൽഫ് വിത്ത് ദ ഹെഡ് നേഴ്സ്. ഹെഡ് നേഴ്സിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഹെഡ് നേഴ്സ് ചെയ്യുന്ന പോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എല്ലാം അതുപോലെ ഓക്കെ ആയിട്ട് ചെയ്യണം. ഹൗ കുഡ് ഇറ്റ് പോസിബിൾ? ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ? ആൾ ജോലി തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മന്ത്സേ ആയിട്ടുള്ളൂ, മറ്റേ ആൾക്ക് 24 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പലപ്പോഴും നമ്മൾ ഏറ്റവും പെർഫെക്റ്റുമായി ഉള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടാകുന്നത്? ഈ സെൽഫ് ഡൗട്ടിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം, സ്റ്റോപ്പ് കമ്പയർ യുവർ സെൽഫ്. റിഫ്ലക്റ്റ് ഓൺ പാസ്റ്റ് സെൽഫ് സക്സസ്. നമുക്കെല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ സക്സസ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ചിലർ പറയുന്ന നോക്കാം, എൻ്റെ ജീവിതത്തിൽ യാതൊരു സക്സസ് ഫാക്ടറും ഇല്ല. അങ്ങനെയുള്ളവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത്രയും നാൾ നമ്മൾ ജീവനോട് ഇരിക്കുന്നുണ്ടല്ലോ, നമ്മൾക്ക് 2 കാലിൽ നടക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, ഒരു എന്താ പറയുന്ന അല്ലെ പേസ് മേക്കറിൻ്റെയോ അങ്ങനത്തെ ഉള്ള ഏതെങ്കിലും ഇൻറ്റേർണൽ ഇൻസ്ട്രുമെൻസിൻ്റെ സഹായത്തോടു കൂടെ അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതൊക്കെ നമുക്കൊരു സക്സസ് ആണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ 10th പാസ്സായിട്ടുണ്ടായിരിക്കും, +2 പാസ്സായിട്ടുണ്ടായിരിക്കും, ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, സർട്ടിഫിക്കേഷൻ നേടിയിട്ടുണ്ടായിരിക്കും, ഒരിടത്ത് 10 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരിക്കും, ഫാമിലി ലൈഫിൽ നമുക്ക് നല്ലൊരു പാർട്ട്ണറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവും. ഒരുപാട് സക്സസ് ഫാക്ടേഴ്സ് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സെൽഫ് ഡൗട്ട് കുറയ്ക്കണമെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പാസ്റ്റിലെ സക്സസ്സിനെ കൗണ്ട് ചെയ്യുക. പാസ്റ്റിലെ സക്സസ്സിനെ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് അതിലൂടെ നമ്മളൊരു കോൺഫിഡൻസും ഊർജ്ജവും ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ളൊരു കാര്യമുണ്ട്. മിക്കവാറും സെൽഫ് ഡൗട്ട് ഉള്ളവരുടെ ഉള്ളിൽ പാസ്റ്റിലെ ഫെയിലിയേഴ്സ് ആയിരിക്കും കിടക്കുന്നത്. പാസ്റ്റിലെ ഫെയിലിയേഴ്സിനെ പാടെ മറന്നു കളയുക. ഞാൻ അതിന് ഏറ്റവും നല്ലൊരു വഴി എന്താണെന്ന് വെച്ചാൽ, അക്സെപ്റ്റ് ദാറ്റ് ഫെയിലിയേഴ്സ് ആർ ദ പാർട്ട് ഓഫ് ലൈഫ്, മിസ്റ്റേക്സ് ആർ ദ പാർട്ട് ഓഫ് ലൈഫ് എന്ന് നമ്മൾ പറഞ്ഞതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതിനപ്പുറമായിട്ട് സക്സസ്സിനെ നമ്മൾ എടുത്ത് ഓമനിച്ച് അതിനെ കുറച്ചും കൂടെ ഹൈറ്റൻ ചെയ്ത്, കുറച്ചും കൂടെ ആംപ്ലിഫൈ ചെയ്ത്, നമ്മൾ ആംപ്ലിഫയർ അറിയാലോ, ചെറിയ ശബ്ദം കൊടുക്കുമ്പോൾ അത് വലിയ ശബ്ദമായിട്ട് മാറുന്ന ആംപ്ലിഫൈങ്, ആ ഒരു ആംപ്ലിഫൈ ചെയ്ത് നിങ്ങളുടെ സക്സസ്സിനെ ആംപ്ലിഫൈ ചെയ്ത് നിങ്ങളുടെ സെൽഫ് ഡൗട്ടിനെ ഇല്ലാതാക്കുക. സെൽഫ് ഡൗട്ട് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് തിങ്. അത് നമുക്ക് സെൽഫ് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല, എന്തൂസിയാസം ഉണ്ടാകത്തില്ല, നമുക്ക് ഗ്രോ ചെയ്യാനായിട്ട് പറ്റത്തില്ല, എല്ലായിടത്തും നമുക്ക് കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് യു ഷുഡ് ഓവർകം യുവർ സെൽഫ് ഡൗട്ട്. സെൽഫ് ഡൗട്ട് കൂടിയാണ് പിന്നെ നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസ്, മറ്റുള്ളവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുന്നത്. അതുകൊണ്ട് ബീറ്റ് യുവർ സെൽഫ് ഡൗട്ട് വിത്ത് കോൺഫിഡൻസ്. അതിനകത്ത് ട്രൈ ചെയ്യുക, ഹെൽപ്പ് സീക്ക് ചെയ്യുക. താങ്ക് യു.